നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കല്ലിയൂരിൽ ഭാര്യയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. കുരുട്ടുവിളയ്ക്ക് സമീപം താമസിക്കുന്ന ബിൻസിയെ ഭർത്താവ് സുനിൽ മദ്യലഹരിയിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. രക്തത്തിൽ കുളിച്ച നിലയിൽ അവശയായ ബിൻസി രാവിലെയോടെയാണ് ബന്ധുക്കൾ കണ്ടെത്തിയത്. ദമ്പതികൾ തമ്മിൽ പതിവായി വഴക്കുണ്ടാക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ വെളിപ്പെടുത്തുന്നുണ്ട്. സംശയത്തെ തുടർന്നായിരുന്നു യുവാവ് ഭാര്യയെ വെട്ടിയത്. ഭർത്താവ് സുനിലിനെ നേമം പോലീസാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സുനിൽ ബിൻസിയെ വെട്ടിയത്. മദ്യലഹരിയിലായിരുന്നു സുനിൽ. വീട്ടിലേക്ക് വരുമ്പോൾ ബിൻസി ആരെയോ ഫോൺ ചെയ്യുകയായിരുന്നു. ഈ ഒരു സംശയത്തിൽ തലയിൽ വെട്ടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വെട്ടേറ്റ് ചെവിയോട് ചേർന്ന ഭാഗം ഏറെക്കുറെ പിളർന്ന അവസ്ഥയിലായിരുന്നു. രാവിലെ ബിൻസിയെ വെളിയിൽ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ച അവശ നിലയിലായ ബിൻസിയെ കണ്ടത്. ഉടൻ തന്നെ അടുത്തുള്ള ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നടക്കം പോലീസ് അന്വേഷിക്കുകയാണ്. ഈ ദമ്പതികൾ തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് അയൽവാസികളായ ചിലർ പറയുന്നത്. ഇതിനിടെ മറ്റു ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഭാര്യയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി 2 മാസമായിട്ടും വിവരം കിട്ടാത്ത മനോവിഷമത്തിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. കായംകുളം കണ്ണമ്പള്ളി ഭാഗം വിഷ്ണു ഭവനത്തിൽ വിനോദാണ് വെള്ളിയാഴ്ച മരിച്ചത്. 3 ദിവസം കഴിഞ്ഞാണ് ഈ ഭാര്യയെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കണ്ണൂരിൽ ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന ഭാര്യ രഞ്ജിനിയെ ചൊവ്വാഴ്ചയാണ് കായംകുളത്ത് പോലീസ് കണ്ടെത്തിയത്. ജൂൺ 11 രാവിലെ 10:30 ബാങ്കിലേക്കെന്ന് പറഞ്ഞാണ് രഞ്ജിനി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവർ സെക്രട്ടറിയായ കുടുംബശ്രീ യൂണിറ്റ് കാനറ ബാങ്കിൽ നിന്ന് 1.25 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തിരുന്നു. അതിന്റെ തിരിച്ചടവിനായി പോകുന്നുവെന്നാണ് വീട്ടിൽ പറഞ്ഞത്. എന്നാൽ തിരിച്ചെത്താത്തതിനാൽ ഭർത്താവ് പോലീസിൽ പരാതി നൽകി. CCTV പരിശോധിച്ചപ്പോൾ ഇവർ ബാങ്കിൽ പോയിട്ടില്ലെന്ന് പോലീസിന് വ്യക്തമായി. ഓട്ടോറിക്ഷയിൽ കായംകുളത്ത് വന്ന ശേഷം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു. പിന്നീട് വിവരമൊന്നും കിട്ടിയില്ല. ഫോൺ എടുക്കാതെയായിരുന്നു ഇവർ ഇറങ്ങിയത്. അതിനാൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുവാനുമായില്ല. ഇവർക്ക് കടബാധ്യത ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. രഞ്ജിനിയെ കാണാതായതോടെയാണ് വിനോദ് വിഷമത്തിലായത്. പിന്നീട് വേഗം തിരിച്ചു വരുമെന്നും ബാധ്യത തീർക്കാമെന്നും ഒക്കെ കരഞ്ഞു പറയുന്ന പോസ്റ്റ് ഭാര്യയുടെ ചിത്രം സഹിതം വിനോദ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇട്ടിരുന്നു. രഞ്ജിനി ഹോം നഴ്സായി ജോലി ചെയ്യുന്ന വിവരം ആരോ തിങ്കളാഴ്ച അവിടുത്തെ പോലീസിനെ അറിയിച്ചു. വിവരം കിട്ടിയ കായംകുളം പോലീസ് അവിടേക്ക് പോയി ചൊവ്വാഴ്ച രഞ്ജിനിയുമായി മടങ്ങിയെത്തി. വിനോദ് ജീവനൊടുക്കിയ വിവരം പോലീസ് പറഞ്ഞപ്പോഴാണ് രഞ്ജിനി അറിഞ്ഞതും. കടബാധ്യത തീർക്കാനാണ് ജോലിക്ക് പോയതെന്ന് ഇവർ പറഞ്ഞതായി പോലീസ് അറിയിച്ചു. ഇവർക്ക് 2 മക്കളാണുള്ളത്, വിഷ്ണുവും ദേവികയും. കോടതിയിൽ ഹാജരാക്കിയ രഞ്ജിനിയെ മക്കൾക്കൊപ്പം പിന്നീട് വിട്ടു. ഇതിനിടെ മറ്റൊരു റിപ്പോർട്ടിൽ ഭാര്യയുമായി വഴക്കിട്ട് വീട് വിട്ട ഭർത്താവിനെ വീടിനു സമീപത്തെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മണർക്കാട് ആയിരാറ്റുനാട സ്വദേശി ഡി റെജിമോനെയാണ് വീടിനു സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഫോടനത്തിൽ വയറ് തകർന്ന നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ദേഹത്ത് തോട്ട കെട്ടിവെച്ച് തീ കൊളുത്തി ജീവനൊടുക്കിയെന്നായിരുന്നു പ്രാഥമിക നിഗമനം. കിണർ നിർമ്മാണ ജോലിക്കാരനാണ് റജി. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം. നീണ്ടൂരിലെ ഇളയ മകന്റെ കുട്ടിയുടെ നൂലുകെട്ടിന് ശേഷം രാത്രി വൈകിയാണ് റജി വീട്ടിലേക്ക് എത്തിയത്. തുടർന്ന് റജിയും ഭാര്യ വിജയമ്മയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് റജി വീട് വിട്ടിറങ്ങി പോവുകയായിരുന്നു. വീടിന്റെ പിന്നിലെ പുരയിടത്തിൽ വൻ സ്ഫോടന ശബ്ദം കേട്ട് ബന്ധുക്കൾ നോക്കിയപ്പോഴാണ് വയറ് തകർന്ന നിലയിൽ റജിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ബന്ധുക്കൾ വിവരം മണർക്കാട് പോലീസിൽ അറിയിച്ചു. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് ശേഷമാണ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇതിനിടെ തന്നെ വയനാട് സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ DNA പരിശോധനാ ഫലം വൈകുന്നതിനെതിരെ കുടുംബ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ഇത്തരം കേസുകളിൽ 4 ദിവസം കൊണ്ട് DNA പരിശോധനാ ഫലം ലഭിക്കണമെന്നിരിക്കെ 1.5 മാസം കഴിഞ്ഞിട്ടും ഫലം ലഭിക്കാത്തത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ചാണ് ഹേമചന്ദ്രന്റെ ഭാര്യ സുബിഷ പരാതി നൽകിയത്. ഹേമചന്ദ്രന്റെ മക്കളുടെയും അമ്മയുടെയും DNA സാമ്പിളുകളാണ് ആദ്യം പരിശോധനയ്ക്കെടുത്തത്. 1 മാസം കഴിഞ്ഞും ഫലം ലഭിക്കാതെ വന്നപ്പോൾ കുടുംബത്തിൽ ഒരു പുരുഷന്റെ സാമ്പിൾ കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അത് നൽകിയിട്ടും പരിശോധനാ ഫലം ലഭിക്കുന്നില്ല. ഫലം വൈകുന്നതിൽ ആശങ്കയും പേടിയുമുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. മൃതദേഹം കിട്ടാത്തതിനാൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നില്ല. അന്ത്യകർമ്മം ചെയ്താൽ വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന തനിക്ക് ജോലിക്ക് പോകാനാകൂ എന്നും സുബിഷയുടെ പരാതിയിൽ പറയുന്നു. നടപടിക്രമങ്ങൾ പുറത്തേക്ക് മൃതദേഹം ഉടൻ വിട്ടു നൽകുവാൻ നിർദ്ദേശം നൽകണമെന്നും കുടുംബം പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. 1.5 വർഷം മുൻപാണ് കോഴിക്കോട് നിന്ന് കാണാതായ വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം ജൂലൈ 27 നീലഗിരിയിലെ ചിരമ്പാടി വനമേഖലയിൽ നിന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള മായനാട് നടപ്പാലത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് ടൗണിലേക്കാണെന്ന് പറഞ്ഞു പോയ ഹേമചന്ദ്രനെ കാണാനില്ലെന്ന് 2024 ഏപ്രിൽ 1 ഭാര്യ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്നുള്ള അന്വേഷണമാണ് നാടകീയ സംഭവ വികാസങ്ങൾക്ക് ശേഷം കൊലപാതകമാണെന്ന സൂചനയിലേക്ക് എത്തിയത്. റിയൽ എസ്റ്റേറ്റ്, സ്വകാര്യ ചിട്ടി കമ്പനി, റെന്റേ കാർ തുടങ്ങിയ ഇടപാടുകൾ നടത്തിവന്ന ഹേമചന്ദ്രൻ 20 ലക്ഷത്തോളം രൂപ പലർക്കും നൽകാനുണ്ടായിരുന്നു. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് പ്രതികൾ ഹേമചന്ദ്രനെ കൊന്നുകുഴിച്ചിട്ടതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ്, ജ്യോതിഷ് കുമാർ, അജേഷ്, വൈശാഖ് തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ. മുഖ്യപ്രതിയായ നൌഷാദിനെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിയപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.